അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിയിൽ വരാനുള്ള ഒരു റീസൺ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടനാണ്. അപ്പം ഇതുപോലെ പലരെയും ഈ ഒരു അർഫാസിനെ കാണുന്ന അത്ര ഈസി അല്ല. അതെ, കാണുമ്പോ നമുക്ക് തോന്നും ആ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ പണിയെടുപ്പിച്ച എല്ലാരെയും ഞാൻ കുളിച്ചിറങ്ങി എന്റെ ഈ കോലത്തിലേക്ക് ആവാൻ എനിക്കൊരു 1 മണിക്കൂർ സമയം വേണം തിരിച്ചു വരാൻ. പോലീസുകാരൻ നമുക്കൊരു കേക്കും കൊണ്ടുവന്നിട്ട് അവര് കേക്ക് കട്ട് ചെയ്ത് ലൊക്കേഷനിൽ. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ എവിടേക്കോ സ്പെഷ്യലായി മാറി. എല്ലായിടത്തും മണത്ത് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും മണം കുറവുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. ലെവൽ ക്രോസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ DNA എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ നമ്മുടെ ലെവൽ ക്രോസിന്റെ ട്രെയിലർ പ്ലേ ചെയ്യാറുണ്ട്. അത് കണ്ടു കഴിഞ്ഞ പാടെ നമ്മളെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും റിയാക്ഷൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ റിയാക്ഷനാണ് ഈ സിനിമ കാണാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കുന്നത്. എന്താണ് ലെവൽ ക്രോസ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ലെവൽ ക്രോസ് ഒരു പുതിയ അനുഭവമായിരിക്കും. ഈ പുതിയതെന്ന് പറഞ്ഞ വേർഡ് തന്നെ നമ്മൾ എല്ലാ സിനിമയ്ക്കും ഉപയോഗിക്കുന്നത് കാരണം അത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ആത്മാർത്ഥമായിട്ട് വളരെ ഇച്ചിരി പുതിയ പടം തന്നെ ആയിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ലൊക്കേഷൻസ് അല്ല. ഈ കഥാപാത്രങ്ങൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കില്ല. ഈ കഥയും നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ ആയിക്കോട്ടെ, അതും അല്പം മാറി നിൽക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിശാൽ ചന്ദ്രശേഖറിൻ്റെ ആദ്യത്തെ മലയാള പടമാണ്. അപ്പോൾ അതിൽ ഒരു പുതുമയുണ്ട്. പിന്നെ നമ്മൾ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പു പ്രഭാകരാണ് DOP. നമ്മൾ 4K ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സിങ് സൗണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അറ്റ്മോസ് മിക്സ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ടെക്നിക്കലിയും ക്രിയേറ്റീവ്ലിയും വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്നാണ് നമ്മുടെ ഒക്കെ ഒരു കോൺഫിഡൻസ്. ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോൾ ആസിഫിക്കയുടെ ലുക്ക് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ട്. ഏത് ലുക്കായാലും പെട്ടെന്ന് ചേരുന്ന ഒരു ഫേസാണ് ആസിഫിക്കയുടെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഈ ഒരു ലുക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താണ് ഈ സിനിമയിൽ? എക്സൈറ്റഡ് ആക്കുന്നത് ഈ സിനിമയുടെ രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആ രഘുവിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ലുക്സ് വേണം എന്ന് ആദ്യം മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കാര്യം രഘുവിന്റെ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ജീവിതമല്ല രഘുവിൻ്റെത്. വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു ലോണർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രഘുവിന്റെ അപ്പിയറൻസും ഇപ്പം നമ്മൾ ഡെയിലി കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് രഘു. അപ്പൊ അത് വേണം. എന്നാൽ ഈ പറഞ്ഞ പോലെ അതൊരു ഫാൻസി ഡ്രസ് ആവരുത്, ആളുകൾക്ക് ആ കാണുമ്പം ഒരറപ്പ് തോന്നരുത്, അയാൾ അങ്ങനെയാണ് എന്ന് തോന്നണം. അപ്പൊ അതായിരുന്നു ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നത്. എക്സൈറ്റ്മെന്റും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ഗെറ്റപ്പിലേക്ക് എത്താൻ പറ്റി. അതിന് അർഫാസ് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയൊരു ടീം നല്ല രസമുള്ളൊരു ടീമായിരുന്നു. എല്ലാവരും ഒരേ പാഷനോട് തന്നെ സിനിമയെ കാണുന്ന, ഒരേ രീതിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ അത് മേക്കപ്പ് വൈസ് ആണെങ്കിലും കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും എന്റെ പണി കുറെ കൂടെ എനിക്ക് എളുപ്പമാക്കി തന്നത് ഇവരെല്ലാവരും ആയിരുന്നു. എടുത്തു പറയേണ്ടതാണ് കോസ്റ്റ്യൂം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആസിഫിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് കോസ്റ്റ്യൂമിൽ കുറച്ചും കൂടി. കാരണം ആ ഒരു സ്ഥലത്ത് ഒരുപാട് വർഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കോസ്റ്റ്യൂം വരുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് കോസ്റ്റ്യൂം ഡിസൈൻ? അർഫാസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ക്യാരക്ടേഴ്സ് 3 ക്യാരക്ടേഴ്സിനെ പറ്റി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആസിഫ് ചെയ്ത ക്യാരക്ടറിന്, ആ ക്യാരക്ടറിൻ്റെ ഓരോ കാര്യങ്ങളും, ഡ്രസ്സ്, അതിൻ്റെ ഈവൻ ബട്ടൺ വരെ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ബട്ടണിൻ്റെ പൊസിഷനിങ്, അല്ലെങ്കിൽ ബട്ടൺ എങ്ങനെയായിരിക്കണം, അതുപോലെ പുള്ളി യൂസ് ചെയ്യുന്ന ചെരുപ്പ് എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. ആ മനസ്സിലുണ്ടായിരുന്ന ധാരണ കറക്റ്റായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് അർഫാസിൻ്റെ ഒരു, എനിക്ക് സാധാരണ നമുക്ക് അവരുടെ ഉള്ളിൽ കാണും, പക്ഷെ ചിലപ്പോൾ അത് കൺവേ ചെയ്യാൻ ചിലപ്പം നമുക്ക് കിട്ടുകയില്ല. ഇത് കറക്റ്റായിട്ട് അത് കൺവേ ചെയ്യാൻ പറ്റി. സ്ക്രിപ്റ്റിൽ പോലും ആ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ നമുക്കത് കിട്ടി. പിന്നെ പല പ്രാവശ്യം ചെയ്തു നോക്കി, ട്രയൽ നോക്കി, അങ്ങനെ കുറേ ചെയ്ത് അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ പുള്ളി ഹാപ്പി ആയപ്പോഴാണ് എടുത്തത്.
എടുത്തത്. ഇതിൽ അമലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പല്ലില് കറ മാറാതിരിക്കാൻ ബ്രഷ് പോലും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെന്ന്. ശരിയാണോ? പല്ല് ശരിക്കും ഇത് ഒരു പ്രോസ്റ്ററ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് പല്ലിന് വേണ്ടിയിട്ട്. ഇതില് അർഫാസ് റോണക്സിന് കൊടുത്തൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ രഘുവിനെ കാണുമ്പോൾ നമുക്ക് ഇയാളെ എന്താണ് ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നിയാലും ഇയാളോടൊരു ഇഷ്ടം തോന്നണം. ഇയാൾ ചിരിക്കുമ്പോൾ ഇയാളോടൊരു ഇഷ്ടം തോന്നണം. അത് ഭയങ്കര ചലഞ്ചാണ്. കാരണം ഈ ഒരു രൂപത്തിലേക്ക് ഒരാളെ ആക്കിയിട്ട് ഇയാളോടൊരു ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചായിരുന്നു. അത് മേക്കപ്പ് പോലെ തന്നെ എനിക്കും ഭയങ്കര ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാര്യം അത് ഇയാൾ സംസാരിക്കുന്ന രീതി, ഇയാൾ ആളുകളെ കാണുമ്പോൾ ഇയാൾക്കുണ്ടാവുന്ന മാനറിസംസും ഒക്കെ എവിടേക്കോ അതിനൊരു ഇന്നസെൻസും കൂടെ ഫീൽ ചെയ്യണം. ഇയാളൊരു വില്ലൻ അല്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പല്ല് തേക്കാതിരുന്നിട്ടാണെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിറങ്ങി എൻ്റെ ഈ കോലത്തിലേക്ക് ആവാൻ എനിക്കൊരു 1 മണിക്കൂർ സമയം വേണം തിരിച്ചു വരാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ വേണമെങ്കിൽ ഒരു 5-6 ദിവസം പല്ല് തേക്കാതിരിക്കണം നല്ലതെന്ന് തോന്നുന്നു. ഇതിലിപ്പോ 2 പേരുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതിലുള്ള പ്രധാന കാരണം നായക വേഷങ്ങൾ പോലെ തന്നെ വില്ലൻ വേഷങ്ങളും അനായാസം ഞങ്ങൾ ഞെട്ടിച്ച ആളുകൾ തന്നെയാണ്. എങ്ങനെയാണ് ഈ നായക വേഷം കിട്ടിയാലും വില്ലൻ വേഷം കിട്ടിയാലും ഇത്ര മാജിക്കലി ആയിട്ട് ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? ഇതില് നമ്മള് നായകൻ വില്ലൻ കോൺസെപ്റ്റില് അല്ല ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് ഹീറോയിന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ 3 പേരും ക്യാരക്ടേഴ്സ് ആണ്. 3 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് സിനിമയിലുള്ളത്. അതുപോലെ തന്നെ ഈ നോൺ ലിവിങ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇപ്പൊ രഘു വർക്ക് ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന് പറഞ്ഞല്ലോ, അതൊരു റെയിൽവേ ക്രോസ് ആണ്. അതൊരു ക്യാരക്ടറാണ്. രഘുവിന്റെ കൂടെ ത്രൂ ഔട്ട് ഒരു കഴുതയുണ്ട്, സിഗ്നൽ എന്ന് പറഞ്ഞ്. സിഗ്നൽ ഒരു ക്യാരക്ടറാണ്. രഘുവിന്റെ വീട് ഒരു ക്യാരക്ടറാണ്. രഘുവിന്റെ ചുറ്റും രഘു അടുക്കി വെച്ചിരിക്കുന്ന കുറെ ഇവർക്കെല്ലാം ഈ സിനിമയിൽ ഓരോ വേഷമുണ്ട്. ഇവരെല്ലാരും കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു ഭ്രാന്തമായ രീതിയിലുള്ള ഒരു നരേഷൻ എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ളൊരു സാധനമാണ് ഇവൻ അർഫാസ് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സിനിമ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കുറെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് ചൂഴ്ന്നെടുക്കാനുള്ള സാധനങ്ങൾ കുറെ ഉണ്ട്. ഇതൊരു പരീക്ഷണ ചിത്രം കൂടെയാണല്ലോ. അപ്പം ആദ്യ സിനിമ ഒരു പരീക്ഷണ ചിത്രമാക്കുമ്പോൾ അതിൽ എത്രത്തോളം ആ വാക്ക് ഉപയോഗിക്കരുത്. ഇതൊരു പരീക്ഷണ ചിത്രമല്ല. അല്ല, പരീക്ഷണ ചിത്രമല്ല ഇത്. എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണമല്ലോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ സിനിമ തിയേറ്ററിൽ വിജയിച്ചാലല്ലേ എനിക്കിനി ഒരു പടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ, ഈ സ്റ്റോറി ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ കോൺഫിഡൻസ് ആക്ടേഴ്സും ഈ ടെക്നീഷ്യൻസും ഒക്കെ വരുമ്പോൾ അവരിലും ആ കോൺഫിഡൻസ് വരുമ്പോഴാണ് നമുക്ക് ഇതിൽ വി ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്ന് തോന്നുന്നത്. ദാറ്റ് മാജിക്കലി ഹാപ്പൻഡ്. എവ്രിബഡി വർക്ക്ഡ് ഓൺ ഇറ്റ് ലൈക്ക് ഇറ്റ്സ് their first film, you know. അത് ഭയങ്കര ഒരു മാജിക് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ആടുജീവിതം ഷൂട്ട് ചെയ്യുമ്പോൾ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിൽ ഷൂട്ടിംഗ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് ഷൂട്ട് ചെയ്ത് 25 ദിവസം മരുഭൂമിയിൽ തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സഹാര ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സാൻഡ് സ്റ്റോം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ദ പ്ലേസ് ഇറ്റ് സെൽഫ് ചേഞ്ചസ്. കുറെ വർഷങ്ങൾക്ക് ശേഷം സഹാര ഡെസേർട്ടിൽ മഴ പെയ്തു. ഞങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലൊക്കേഷനിൽ ലുക്കും എല്ലാം മാറി. അപ്പോൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ് ടു കം ബാക്ക്. നമ്മൾ സെറ്റ് ഇടുമ്പോഴും ആ വീട് ഇടുമ്പോഴും ഒക്കെ നമ്മൾ മഴയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചാലഞ്ചസ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ വെൻ വി ലുക്ക് ബാക്ക് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സിനിമ വേറെ എവിടെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളായിട്ട് ആഡ് ഓൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടി. ഇതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ അതൊക്കെ നമ്മളെയും ഈ ഇതിൻ്റെ ഫിൽമിങ്ങിൻ്റെ ടൈമിൽ നമ്മളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആംബിയൻസ് എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി തരുന്നതാണ്. എപ്പോഴും എപ്പോഴൊക്കെ ഇതിനൊരു ഹോണ്ടഡ് ഫീൽ വരും. ചില സമയത്ത് ഈ പറയുന്ന ലോൺലിനെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ടാണ് സിനിമയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ എൻവയൺമെന്റ് മാറുന്ന ഒരു മാജിക് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എഴുതുമ്പോൾ തന്നെ അമല അപ്പോൾ മെയിൻ ആയിട്ട് കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നു. ആസിഫ് അലി ഷർഫുവിനെ എങ്ങനെയാണ് കാസ്റ്റിംഗ് വരുന്നത്? ആസിഫ് രഘു എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ആ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ എനിക്ക് നല്ലൊരു ആക്ടറിനെ വേണമായിരുന്നു.
കാരണം ഒത്തിരി ലേയേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത്ര ഈസി അല്ല അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഈ ലുക്ക് ഒക്കെ വെച്ചിട്ട് ആ ലുക്കുമായിട്ട് കംഫർട്ടബിൾ ആകണം. ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ഷർട്ട് ഇതിലുണ്ട്, ആ ഷർട്ട് കുറേ ദിവസം ആസിഫിന് അലക്കാണ്ട് ആ ഷർട്ട് ഉപയോഗിക്കേണ്ടി വരും. ആ ഷർട്ട് ഇടുമ്പോൾ ഒരാൾക്ക് അത് ഷർട്ട് ഇടുമ്പോൾ ഒരു അറപ്പ് തോന്നിയേക്കാം, പക്ഷെ അത് രഘു ഇടുമ്പോൾ രഘു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ആ രഘു അത് ആസിഫിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് ആസിഫ് ഡിഡ് ദിസ് ക്യാരക്ടർ ഫോർ മീ. ഒരുപക്ഷെ ആസിഫ് അന്ന് കൂമന്റെ സമയത്ത് ഞാൻ കഥ പറയുന്നത്, അപ്പൊ ആസിഫ് ഇല്ല ഇത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ലായിരുന്നു. ഈ പറഞ്ഞ എന്റെ കൂടെ ഞാൻ ഇതിലൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്റെ ഷർട്ട്സ് എടുത്തു കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രഘു ഇങ്ങനെ തപ്പി നോക്കിയിട്ട് രഘുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷർട്ട് അതിന്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഈ പെട്ടി തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു മണമാണ്. അപ്പൊ ഞാൻ ശരിക്കും ആ സിനിമയിൽ ചെയ്തത് എല്ലായിടത്തും മണത്ത് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും മണം കുറവുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. അത് ശരിക്കും അല്ലെ ഓർക്കുന്നുണ്ടോ? അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു മാജിക് സംഭവിച്ചതാണ്. അത് ചിലപ്പം വേറെ ഏതാണേലും ഞാൻ അതിന് കുറെ കൂടുതൽ എഫേർട്ട് ഇടേണ്ട വന്നേനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാര്യം എനിക്ക് കൊടുക്കാൻ തോന്നുന്ന ഷർട്ട് ഇതാണെന്ന് കാണിക്കാൻ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യേണ്ട വന്നേനെ. പക്ഷെ ഈ ഒരു തോട്ട് വന്നത് ഇങ്ങനെയുള്ളൊരു ഒറിജിനാലിറ്റി എന്നാണ്. ഞാൻ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ആസിഫിന് ആ ഒരു തോട്ട് വന്നതും ആസിഫ് ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ് രഘു ആയി മാറിയിട്ട് ആസിഫ് സെറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ബ്രീഫ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ രഘു ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടി വരിക എന്ന് ഒരു പ്രാവശ്യം പോലും പറയേണ്ടി വന്നിട്ടില്ല. ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മൾ റീഡിങ് സെഷൻസ് വെച്ചിരുന്നു. അപ്പോൾ ആസിഫ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് ഹി ആസ്ക് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആസിഫിന് തരുന്ന ഒരു ക്ലാരിറ്റി ആസിഫിന്റെ പെർഫോമൻസിലുണ്ട്. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. ആസിഫിന്റെ പെർഫോമൻസിൽ ഒരു കറക്ഷൻ അങ്ങനത്തെ ഒരു റീടേക്ക് ഇന്നവരെ പോകേണ്ടി വന്നിട്ടില്ല ഫുൾ സിനിമയിൽ. ബിക്കോസ് ഹി ന്യൂ ഹൗ രഘു വുഡ് ബിഹേവ്. അത് ഈ രഘു ആയിരിക്കുമ്പോൾ ഹി നോ ഹി വിൽ സ്മെൽ ഇറ്റ് ആൻഡ് സീ ദാറ്റ്സ് പ്രോബ്ലി ഹി വിൽ ഡു. സോ യാ ദാറ്റ് വാസ് മാജിക്കൽ. അതിപ്പം നടക്കുന്ന ഈ പറഞ്ഞ ഒരു മാനറിസം ഉണ്ടല്ലോ, ആ നടത്തായാലും ചെരുപ്പില്ലാതെ നടക്കുന്നു. മീൻസ് ആ ഏരിയ മുഴുവൻ ഒരുപാട് വർഷം കാലം ജീവിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് എത്രത്തോളം പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആസിഫിക്ക്? അത് ഈ സിനിമ നന്നാവുമ്പോ എല്ലാം നന്നാവും എന്ന് പറയില്ലേ, അങ്ങനെ ആയതാണിത്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ടീം അങ്ങനത്തെ ഒരു ടീമാണ്. എല്ലാവരും ഇപ്പൊ നമുക്ക് അവിടെ ഒരു ചീഫ് ടെക്നീഷ്യനോ അസിസ്റ്റന്റെന്നോ അങ്ങനെ ഒന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. എല്ലാവരും ആ സിനിമയുടെ ഭാഗമായിരുന്നു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മുടെ കോസ്റ്റ്യൂമേഴ്സിന്റെ എന്താണ് കനകണ്ഠൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ട്യൂണീഷ്യക്കുള്ള ട്രാവൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 7 hours ഫ്ലൈറ്റിൽ വരുന്നു. അവിടെ വന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 8.5 hours നമ്മൾ കാറിൽ പോയിട്ടാണ് നമ്മൾ പെട്ടിയെടുക്കുക. അതെ. അപ്പൊ അവിടെ വന്നിട്ട് മൂപ്പര് പോലും ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ചെരുപ്പ് പുള്ളി ഇരുന്ന് കൈകൊണ്ട് തുന്നി തന്ന ചെരുപ്പാണ്. അതുപോലെ അവിടെ കുറെ പ്രോപ്സ് വെച്ചിട്ടുണ്ട്. ആ പ്രോപ്സ് എല്ലാം ഇതുപോലെ അസിസ്റ്റന്റ് പോയി ഇരുന്ന് അതിനൊക്കെ, അതായത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി സിനിമ എന്താണെന്നും ഈ ക്യാരക്ടർ എന്താണെന്നും ഇതിന്റെ അറ്റ്മോസ്ഫിയർ എന്താണെന്നും. അപ്പൊ അതിനൊക്കെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്പേസും എല്ലാവരും ഉപയോഗിച്ചു. ഇതില് സിനിമയിലൊരു കനകണ്ഠൻ ഒരു പാവയുണ്ട്, ഈ തുണി കൊണ്ട് ഉണ്ടാക്കിയ പാവ. ആ പാവ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. അപ്പൊ എനിക്കറിയാം പുള്ളി വളരെ ബുദ്ധിമുട്ടിട്ടാണ് ചെയ്യുന്നത്, ഒത്തിരി ജോലിയുണ്ട്, നമ്മുടെ ചെറിയ ക്രൂ സൈസാണ്. അപ്പൊ ഇത് ശരിയായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പുള്ളിക്ക് അത് ചെയ്യേണ്ടി വരും. അപ്പൊ കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോ ഓക്കെ കനകണ്ണ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല ശരിയായിട്ടില്ല. അതാണ് അർഫാസ് അങ്ങനെയാണ്. നമ്മള് ഇപ്പൊ ആദ്യം ചെയ്ത് നമ്മൾ ട്രയൽ നോക്കി നമ്മൾ ചെല്ലുമ്പോ പുള്ളി അപ്പൊ നമുക്ക് തോന്നും അർഫാസിന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോ അല്ലെങ്കിൽ പറയുമ്പോഴേ നന്നായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർക്കും ഓക്കെ എന്നിട്ട് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആക്കാവോ, അങ്ങനെ എല്ലാം പല പ്രാവശ്യം ചെയ്യിച്ച് അത്രയും ഒരാൾ അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്കും കൂടെ നിന്നേ പറ്റൂ, അങ്ങനെ നിൽക്കാൻ നമുക്ക് തോന്നും. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ളപ്പം അവര് അത് അസിസ്റ്റൻസ് ആണെങ്കിൽ പോലും അവരുടെ സിനിമ പോലെ ഇത് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു മീറ്ററിൽ നിന്ന് കുറച്ചും കൂടി പുഷ് ചെയ്ത് അദ്ദേഹം മാക്സിമം എടുക്കുന്നുണ്ടെന്ന് അമലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു സംവിധായകനാണ്. ഉറപ്പായിട്ടും അത് അർഫാസിനെ കാണുന്ന അത്ര ഈസി അല്ല. അതെ, കാണുമ്പോ നമുക്ക് തോന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ പണിയെടുപ്പിച്ച എല്ലാരെയും നമ്മളൊരു 35 പേരുണ്ടായിരുന്നു ക്രൂ. ആ 35 പേരും
എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ദേ ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് ഫസ്റ്റ് ഫിലിം ഓഫ് മൈൻ എന്ന് മാത്രമല്ല ദേ ഗേവ് ദ ബെസ്റ്റ്. ഒരു സിനിമയ്ക്ക് ഒരുപക്ഷെ അവർ ഒരു സിനിമ എന്ന് പറഞ്ഞ ജോലി എന്ന് പറയുന്നത് ചെയ്യുന്നതിനേക്കാളപ്പുറം ഇപ്പോൾ അപ്പുവിൻ്റെ അസിസ്റ്റൻസ് പോലും അത്രയ്ക്ക് അവർ പാഷനേറ്റ് ആയിട്ട് സിനിമയുടെ കൂടെ നിന്ന് അവർ ഹാർഡ് വർക്ക് ചെയ്തു, ലൈക്ക് എ ഫാമിലി. ദാറ്റ് വാസ് ഗ്രേറ്റ്. ഈവൻ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാലും ഹൈവേന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്റർ നമ്മൾ ഉണ്ടാക്കിയൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ പോയി ഡെസേർട്ടിന്റെ ഒരു സെന്റർ അല്ലെങ്കിൽ പോലും കുറച്ച് ഡെസേർട്ടഡ് ആണ് ആ സ്ഥലം. അപ്പം അവിടെ ഈ സെറ്റ് നമ്മളിട്ട വീടിന്റെ സെറ്റ് ഉണ്ട്, നമ്മുടെ പ്രോപ്സും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ട്യൂണീഷ്യൻ പോലീസ് രാത്രി പാട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പോലീസ് വണ്ടി ഇടും. അപ്പൊ ഇവര് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഇവർ അവിടെ ഇങ്ങനെ വന്നൊന്ന് മാറി ദൂരെ വണ്ടി ഇട്ടിട്ട് ഇവർ ഈ ഷൂട്ടിംഗ് മൊത്തം കാണും. പിന്നെ ഇവർക്കൊരു ക്യൂരിയോസിറ്റി ആയി നമ്മൾ എന്താണ് ചെയ്യണത്. അപ്പൊ ഇവര് നമ്മുടെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ലൊക്കേഷനിൽ വന്ന് ഇവർ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നു. ലാസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വെരി ലാസ്റ്റ് ഡേ ഞങ്ങൾ, അതായത് ഈ സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകും. പോലീസുകാരൻ നമുക്കൊരു കേക്കും കൊണ്ടുവന്നിട്ട് അവര് കേക്ക് കട്ട് ചെയ്ത് ലൊക്കേഷനിൽ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ എവിടേക്കോ സ്പെഷ്യലായി മാറി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ പണിയെടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ തലവൻ സക്സസ്ഫുള്ളി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു ക്യാരക്ടർ ആസിഫിക്ക ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആരാധകർ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആഗ്രഹിച്ചതാണ്. ഈ ഒരു വർഷം ആസിഫിക്ക കൊണ്ടുപോകും എന്നാണ് എല്ലാവരും നമ്മൾ കമന്റ് ഇടുന്നത്. ആസിഫ കൊണ്ടുപോകും. ഞാൻ സിനിമ വന്ന കാലം മുതൽ ഈ എല്ലാ വർഷവും കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത് സംഭവിക്കാന്നുള്ളതാണല്ലോ. അത് കുറെ കാര്യങ്ങളുണ്ട് അതിൽ. നല്ല സിനിമകൾ നല്ല കൃത്യസമയത്ത് ഇറങ്ങണം, കുറച്ചധികം ഭാഗ്യം അതിൻ്റെ അകത്ത് വരണം. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒത്തു വരട്ടെ, വരുമ്പോൾ അത് സംഭവിക്കും. കാര്യം എൻ്റെ മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും സംസാരിച്ച് ഇത്രയും പണിയെടുത്ത ആളുകളെ എല്ലാവരുടെയും സ്വപ്നമാണ് ഈ സിനിമ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള പുതിയ ആളുകൾക്ക് സംവിധാനം ചെയ്യാനുള്ള കുറെ കൂടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതുപോലുള്ള പുതിയ സബ്ജക്ട്സിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പം ഒരു സിനിമ ഓടുന്നത് ഒരുപാട് പേർക്ക് പുതിയ വഴികൾ കൊടുക്കുന്നതാണ്. അപ്പൊ അത് എന്റെ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സിനിമകൾ ഓടണം. ഇപ്പം ഒരു കഥാപാത്രം വരുമ്പോഴേ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഡയറക്ടർ പറയുന്ന അനുസരിച്ച് ആക്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നമ്മുടെ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഈ 2 രീതിയിലും ആസിഫിക്ക കരിയറിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആസിഫിക്ക എങ്ങനത്തെ ഒരു ആക്ടറാണ്? ഞാൻ എപ്പോഴും ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഞാൻ കംപ്ലീറ്റ്ലി സംവിധായകനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എനിക്ക് ഒരു കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം ചോദിച്ച് അതിനൊരു ക്ലാരിറ്റി തരുന്ന സംവിധായകന് വേണ്ടിയിട്ട് ഞാൻ സറണ്ടർ ചെയ്യും. അയാൾ എന്നോട് കിണറിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും. അതാണ് എൻ്റെ ഐഡിയോളജി. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും നല്ല സിനിമകൾ സംഭവിക്കുമ്പോഴും നല്ല ക്യാരക്ടേഴ്സ് സംഭവിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ആക്ച്വൽ ക്രെഡിറ്റ് പോകുന്നത് സംവിധായകർക്കാണ്. അവരാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാനായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കയറി വന്നേക്കാം. അപ്പം ഉറപ്പായിട്ടും ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഇപ്പം ആസിഫിക്ക പലപ്പോഴും നടൻ എന്ന രീതിയിൽ പലരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിയിൽ വരാനുള്ള ഒരു റീസൺ ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടനാണ്. അപ്പം ഇതുപോലെ പലരെയും ഈ ഒരു 2 വർഷത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഇതുപോലെ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നടനാണ്. അപ്പം ഇപ്പം അത് ആസിഫിക്ക തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, അടുത്തുനിന്ന് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ പോലും. അപ്പം ഒരു നടൻ എന്ന രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ആകരുത് എന്ന രീതിയിൽ മാറ്റി എന്തെങ്കിലും കാര്യമുണ്ടോ ലൈഫിൽ? ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്നുള്ളതും ക്യാരക്ടേഴ്സിന് ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്ന് ഞാൻ കാര്യം ഇപ്പൊ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. ഉയരയിലെ ഗോവിന്ദിനെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പൊ അതൊരിക്കലും ഇപ്പം എന്നെ ഇഷ്ടമുള്ള ഒരാൾ ഞാൻ ചെയ്തത് കൊണ്ട് ആ ക്യാരക്ടറിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും അവരുടെ റിലേഷൻസിൽ അങ്ങനെ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം ഉയരെ ചെയ്തുകൊണ്ടിരുന്ന ആ പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ന്യൂസാണ് ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. അപ്പൊ അത് അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ സിനിമയായിട്ട് തന്നെ കാണണം. അത് ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ വരും. ഇപ്പം ഈ ഓഷ്യൻസ് 11 കണ്ടിട്ട് കക്കാൻ പോയ ആൾക്കാർ വരെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുപോലത്തെ അത്രയും ഭ്രാന്തമായ പരിപാടികളൊന്നും ഞാൻ എൻകറേജ് ചെയ്യാറില്ല. ഇപ്പം ലെവൽ ക്രോസ് വരാണ്. 2024 നോക്കുമ്പോൾ ഇറങ്ങിയ സിനിമകളൊക്കെ ആളുകൾ സ്വീകരിക്കുകയാണ്. ഇത് തിയേറ്ററിൽ വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഒരു ഡയറക്ടർ? എൻ്റെ ആദ്യത്തെ പടമല്ലേ, എനിക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. പക്ഷേ
ഓഡിയൻസിന് ഇപ്പോൾ എനിക്ക് ഒരു ഏരിയ എനിക്കിപ്പോൾ മനസ്സിലാവാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻ പരിപാടി. ആദ്യമായിട്ട് ഞാൻ ഈ പ്രൊമോഷൻ, അപ്പോൾ ഞാൻ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മൾ സിനിമയെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അത് ഹൈപ്പായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ എത്രത്തോളമാണ് ഈ സിനിമ നല്ല സിനിമയാണ്, അത് ആ ഒരു മീറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബി ഓണസ്റ്റ് വിത്ത് വാട്ട് ദ ഫിലിം ഇസ്. അപ്പോൾ ഈ ഇന്റർവ്യൂസിലും ഒക്കെ നമ്മൾ പറയുന്ന സിനിമ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നത് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പറയുക എന്നുള്ളതാണ്. ഓഡിയൻസ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിരാശരാകില്ല എന്ന് തന്നെയാണ് കോൺഫിഡൻസ് ഉള്ളത്. എല്ലാവരും വന്ന് കാണട്ടെ, എല്ലാവരും വന്ന് കാണണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഞങ്ങളും ട്രെയിലർ കണ്ടപ്പോഴും ടീച്ചർ കണ്ടപ്പോഴും ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഷോയിൽ ഞങ്ങളും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു.